ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ല ഉൾപ്പെടുന്ന ആക്സിയം 4 ദൗത്യ സംഘം ഇന്ന് ഭൂമിയിൽ തിരിച്ചെത്തും. ഇന്ത്യൻ സമയം വൈകിട്ട് 3 മണിയോടെ കാലിഫോർണിയയ്ക്ക് സമീപം പസഫിക് സമുദ്രത്തിൽ ഡ്രാഗൺ ഗ്രേസ് പേടകം ഇറങ്ങും. 4-അംഗ സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും മടങ്ങുന്നത് 18 ദിവസത്തെ ഗവേഷണം പൂർത്തിയാക്കി. കീം പരീക്ഷാഫലം റദ്ദാക്കിയതിനെതിരായ ഹർജികൾ ഇന്ന് സുപ്രീം കോടതിയിൽ. പുനഃക്രമീകരിച്ച റാങ്ക് പട്ടിക റദ്ദാക്കണമെന്ന കേരള സിലബസ് വിദ്യാർത്ഥികൾ. CBSE വിദ്യാർത്ഥികളുടെ തടസ്സ ഹർജിയും പരിഗണിക്കും. യമൻ സ്വദേശിയെ കൊലപ്പെടുത്തിയ കേസിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ അവസാനവട്ട ചർച്ചകൾ. ചർച്ച പ്രമുഖ സൂഫി പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീലിന്റെ നേതൃത്വത്തിൽ. ദയാധനം സ്വീകരിക്കുന്ന കാര്യത്തിൽ കൊല്ലപ്പെട്ട സലാലിന്റെ കുടുംബം ഇന്ന് അന്തിമ നിലപാട് അറിയിക്കും. വധശിക്ഷ വിധിച്ചിരിക്കുന്നത് നാളെ. അമേരിക്കയിലെ ചികിത്സയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്തേക്ക് മടങ്ങിയെത്തി. മുഖ്യമന്ത്രിയെ സ്വീകരിച്ച ചീഫ് സെക്രട്ടറിയും DGPയും. 50 ദിവസത്തിനുള്ളിൽ യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ കനത്ത തീരുവ ചുമത്തുമെന്ന് റഷ്യയ്ക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. റഷ്യയുടെ വ്യാപാര പങ്കാളികൾക്ക് 100% തീരുവ ഏർപ്പെടുത്തും. അമേരിക്കയുടെ ആധുനിക ആയുധങ്ങൾ യുക്രൈന് നൽകുമെന്നും ഭീഷണി. ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ പൊരുതിത്തോറ്റ ഇന്ത്യ. ഇംഗ്ലണ്ടിന്റെ വിജയം 22 റൺസിന്. പരമ്പരയിൽ ഇംഗ്ലണ്ട് 2-1 മുന്നിൽ. 4-ാം ടെസ്റ്റ് 23 മുതൽ മാഞ്ചസ്റ്ററിൽ.